ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 11 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സിൻ്റെയും സമ്മ്, ചുറ്റുമുള്ള അളവല്ലേ പെരിമീറ്റർ, അതുകൊണ്ട് എല്ലാ സൈഡ്സിൻ്റെയും സമ്മാണ് എന്ത് പെരിമീറ്റർ. അപ്പോൾ എല്ലാ സൈഡ്സും കൂടി ആണ് എന്ത് ആഡ് ചെയ്താൽ നമുക്ക് 11 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 11 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട് അതിനെ ഈക്വലായിട്ട് 3 പാർട്സ് ആക്കാം. കാരണം ഒരു ട്രയാങ്കിളിന് എത്ര സൈഡാണുള്ളത്? 3 സൈഡ്സാണ്. അപ്പോൾ ഈ 11 സെൻറ്റിമീറ്ററിൽ 3 സൈഡ്സ് നമ്മൾ അടയാളപ്പെടുത്തണം. ആ 3 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അതുകൊണ്ട് ഈ 11 സെൻറ്റിമീറ്റർ ഉള്ള ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 11 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. ഒരു റൂളർ വയ്ക്കാം. എന്നിട്ട് 11 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാം. ഇനി ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്നും കുറച്ച് ചെരിഞ്ഞിട്ട് സ്ലാൻഡഡ് ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുക്കാം. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, അവിടെ എ എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു, അവിടെ ബി എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു, അവിടെ സി എന്നും മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സ്ലാൻഡഡ് ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ 3 ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. ഇനി എന്ത് ചെയ്യണം? ഈ സിയിൽ നിന്നും, ലാസ്റ്റ് പോയിൻ്റ് സി അല്ലേ, സോ സിയിൽ നിന്നും ഈ 11 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ലൈനിന് പാരലലായിട്ട് നമുക്ക് ബിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. അതിനു വേണ്ടി ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഈ ലൈനിലും സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിലും ഒരു റൂളറും വയ്ക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ബിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ബിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് നമ്മൾ നേരത്തെ വരച്ച ലൈനിന് പാരലലായിരിക്കും. ഇനിയും സെറ്റ് സ്ക്വയർ റൂളറിൻ്റെ സൈഡിലൂടെ മൂവ് ചെയ്തിട്ട് എയിലെത്തുമ്പോഴും സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ലൈൻ വരയ്ക്കാം. ഈ 3 ലൈൻസും എന്തായിരിക്കും? പാരലലായിരിക്കും. ഈ 3 പാരലൽ ലൈൻസും നമ്മുടെ 11 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ 3 പാർട്സുമാണ് എന്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. പക്ഷേ ഈ സൈഡ്സൊക്കെ ലൈനിലാണല്ലേ, ഒറ്റ ലൈനിലാണ്. ഇനി നമുക്ക് ഈ സൈഡ്സൊക്കെ ട്രയാങ്കിൾ ആക്കണം. സോ നമുക്ക് നടുക്കുള്ള സൈഡിൻ്റെ 2 എൻഡിലും മറ്റേ 2 സൈഡ്സ് കൂടി വരയ്ക്കാം. അതിനു വേണ്ടി ആദ്യത്തെ സൈഡ് ഒരു കോമ്പസിൽ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ നടുക്കുള്ള സൈഡിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ലാസ്റ്റ് സൈഡും നമുക്കൊരു കോമ്പസ് എടുത്തിട്ട് മെഷർ ചെയ്യാം. എന്നിട്ട് നടുക്കുള്ള സൈഡിൻ്റെ മറ്റേ എൻഡിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3rd വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ നിന്നും സൈഡിൻ്റെ 2 എൻഡിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. ആദ്യം നമുക്ക് 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട് ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയറിൻ്റെ സൈഡ്സായിട്ട് കട്ട് ചെയ്യണം അല്ലേ. സ്ക്വയറിന് എത്ര സൈഡ്സാണ്? 4 സൈഡ്സാണ് അല്ലേ. അപ്പോൾ 4 ഈക്വൽ പാർട്സാണ്. കാരണം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ് അല്ലേ. അതുകൊണ്ട് 4 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്നും സ്ലാൻഡഡ് ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിനെ 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ 4 പാർട്സായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എടുക്കാം. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടു, അതിന് എ എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടു, അതിന് ബി എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് എടുത്തു, അതിന് സി എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് ഇട്ടു, ഇതിന് ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സ്ലാൻഡഡ് ലൈന് 4 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഡിയിൽ നിന്നും ലാസ്റ്റ് പോയിൻ്റിൽ നിന്നും ഈ ആദ്യം വരച്ച ലൈനില്ലേ, 15 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനില്ലേ, അതിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ലൈനിന് പാരലലായിട്ട് സിയിലൂടെയും ബിയിലൂടെയും എയിലൂടെയും നമുക്ക് ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി നമുക്കൊരു സെറ്റ് സ്ക്വയർ എടുക്കാം. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഈ ലൈനിലും
സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വയ്ക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് സിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഈ ലൈന് നമ്മുടെ ആദ്യത്തെ ലൈനിന് പാരലായിരിക്കും. ഇനി സെറ്റ് സ്ക്വയർ ഇനിയും ഇതേപോലെ മൂവ് ചെയ്തിട്ട് ബിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ബിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. അതേപോലെ സെറ്റ് സ്ക്വയർ വീണ്ടും മൂവ് ചെയ്തിട്ട് എയിലെത്തുമ്പോൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എയിലൂടെ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ 4 ലൈൻസും എന്തായിരിക്കും? പാരലായിരിക്കും അല്ലേ? അപ്പോൾ ഈ പാരലൽ ലൈൻസ് നമ്മുടെ 15 സെൻറ്റിമീറ്റർ ലൈനിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും 4 സൈഡ്സാണ് എന്ത് സ്ക്വയറിൻ്റെ സൈഡ്സ്. അതിലേതെങ്കിലും ഒരു സൈഡ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ മറ്റേ സൈഡ്സൊക്കെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ മറ്റേ സൈഡ്സൊക്കെ മെഷർ ചെയ്തിട്ട് വരയ്ക്കണം. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ്സൊക്കെ പെർപെൻഡിക്കുലറാണ് അല്ലേ? പരസ്പരം പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് ഈ സൈഡിൻ്റെ 2 എൻഡിലും നമുക്ക് 2 പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആദ്യത്തെ എൻഡിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, രണ്ടാമത്തെ എൻഡിലും പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ഈ എത്ര ലെങ്ത് ആണെന്ന് അറിയണം അല്ലേ? സൈഡ് നമുക്ക് ഓൾറെഡി നമ്മൾ പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു സൈഡ് മെഷർ ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്ത സൈഡിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഇതെന്തായി? രണ്ടാമത്തെ സൈഡായി. ഇനി മറ്റൊരു സൈഡ് കൂടി മെഷർ ചെയ്യാം കോമ്പസ് വെച്ചിട്ട്. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ നമ്മൾ സെലക്ട് ചെയ്ത സൈഡിൻ്റെ മറ്റേ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ മൂന്നാമത്തെ സൈഡായി. അപ്പോൾ ഈ 2 സൈഡിൻ്റെയും എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? 4th സൈഡായി. അങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ആയി. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. റെഗുലർ ഹെക്സഗണിന് എത്ര സൈഡ്സാണ്? 6 സൈഡ്സാണ് അല്ലേ? 6 സൈഡ്സുമാണ്. അവ ഈക്വലും ആയിരിക്കും, കാരണം റെഗുലർ ഹെക്സഗണാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിനെ എത്ര ഈക്വൽ പാർട്ടാക്കണം? 6 ഈക്വൽ പാർട്ടാക്കണം. കാരണം ഹെക്സഗണിൻ്റെ സൈഡ് എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിന് സ്ലാൻഡഡ് ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആ ലൈന് നമ്മൾ 6 ഈക്വൽ പാർട്ടാക്കി എടുക്കുക. അതിന് വേണ്ടി ആദ്യം 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇടാം, അതിന് എ എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് കൊടുക്കാം, അതിന് ബി എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് എടുക്കാം, അതിന് സി എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് എടുക്കാം, അതിന് ഡി എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് എടുക്കാം, അതിന് ഇ എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് കൂടി എടുക്കാം, അതിന് എഫ് എന്നും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എത്ര ഈക്വൽ പാർട്സായി? 2 സെൻറ്റിമീറ്റർ എത്ര വന്നു? 6 2 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ 6 ഈക്വൽ പാർട്സായി അല്ലേ? ഇനി ഈ എഫിൽ നിന്നും നമ്മുടെ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനില്ലേ, അതിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ലൈനിന് പാരലായിട്ട് മറ്റ് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും ഡിയിലൂടെയും ഇയിലൂടെയൊക്കെ നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം. അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് ഈ ലൈനിൽ വെക്കാം. എന്നിട്ട് മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ, സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വെക്കാം. ഇനി സെറ്റ് സ്ക്വയർ ഈ റൂളറിൻ്റെ സൈഡിലൂടെ എങ്ങനെ മൂവ് ചെയ്തിട്ട് ഇയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാം. ഇനി പിന്നെയും സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഡിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. അതേപോലെ സെറ്റ് സ്ക്വയർ ഇനിയും മൂവ് ചെയ്യാം. എന്നിട്ട് സിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് സിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഇനിയും സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ബിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, ബിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഇനിയും സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് എയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരും. ഈ 6 പാരലൽ ലൈൻസും നമ്മുടെ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനിനെ 6 ഈക്വൽ പാർട്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ പാർട്ടും നമ്മുടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ സൈഡ്സാണ്. അപ്പോൾ ഇനി നമുക്ക് റെഗുലർ ഹെക്സഗൺ വരയ്ക്കാം. അതിനുവേണ്ടി ഇതിലേതെങ്കിലും ഒരു പാർട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഈ പാർട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ നിന്നും മറ്റേ സൈഡൊക്കെ നമ്മൾ വരയ്ക്കണം അല്ലേ? അതിനു വേണ്ടി നമുക്കൊരു കാര്യം അറിയണം. റെഗുലർ ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. കാരണം ഇന്നർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? n-2 × 180/n ആണ് അല്ലേ? n എന്താ? നമ്പർ ഓഫ് സൈഡാണ്. അപ്പോൾ 6 - 2 × 180/6.
അതിൻ്റെ ആൻസർ നമുക്ക് 120 ഡിഗ്രിയാണ് കിട്ടുക. സോ ഒരു റെഗുലർ ഹെക്സഗൻ്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡ് സെലക്ട് ചെയ്തല്ലോ, ആ സൈഡിൻ്റെ രണ്ട് എൻഡിലും 120 ഡിഗ്രി ആംഗിളുള്ള രണ്ട് ലൈൻസ് വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ എൻഡിൽ പ്രൊട്ടാക്ടർ വയ്ക്കാം, പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം, പ്രൊട്ടാക്ടറിലെ 0 ഈ സൈഡിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ആ പോയിന്റിൽ നിന്നും പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. ഇനി മറ്റേ എൻഡിലും 120 ഡിഗ്രി ആംഗിളുള്ള ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ മറ്റേ എൻഡിൽ പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം, പ്രൊട്ടാക്ടറിലെ 0 ഈ സൈഡിലും വരുന്ന വിധത്തിൽ വെക്കണം. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും നമ്മുടെ സൈഡിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. നമുക്ക് ഓരോ സൈഡുകളും മെഷർ ചെയ്യാം. ഞാൻ ആദ്യം ഒരു കോമ്പസ് എടുത്തിട്ട് ആദ്യത്തെ സൈഡ് മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ സെലക്ട് ചെയ്ത സൈഡിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ സൈഡിൻ്റെ മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ്സായി. റെഗുലർ ഹെക്സഗൻ്റെ രണ്ട് സൈഡ്സായി. ആദ്യത്തെ സൈഡ് സെലക്ട് ചെയ്ത സൈഡും കൂടി കൂട്ടി ടോട്ടൽ 3 സൈഡ്സായി. ഇനിയും നമുക്ക് എന്ത് വേണം? 120 ഡിഗ്രി ആംഗിളിൽ ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡിൻ്റെ ഒരു എൻഡിൽ 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടാക്ടർ വയ്ക്കാം. പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ ഈ എൻഡിലും പ്രൊട്ടാക്ടറിലെ 0 ഈ സൈഡിലും വരുന്ന വിധത്തിൽ വെക്കണം. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്ന ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ച എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. ഇനി മറ്റേ എൻഡിലും 120 ഡിഗ്രി ആംഗിളുള്ള ലൈൻ വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ ഈ ലൈനിൻ്റെ എൻഡിലും പ്രൊട്ടാക്ടറിലെ 0 സൈഡിലും വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്ന ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ച എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. നമുക്ക് ബാക്കിയുള്ള ഒരു സൈഡ് കൂടി ഒരു കോമ്പസ് എടുത്ത് മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡായി. ഇനി മറ്റേ സൈഡും കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ അടുത്ത സൈഡായി. ഇനി ഈ രണ്ട് സൈഡ്സിൻ്റെ എൻഡ് കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സൈഡായി? 6 സൈഡ്സ് ഉള്ള റെഗുലർ ഹെക്സഗൺ കിട്ടി.